ഇന്നലെ വൈകുന്നേരം വന്നൊരു അപകട വാർത്തയിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. ഇന്നലെ വൈകുന്നേരം ഗേറ്റ് വേ ഓഫ് ഇന്ത്യക്ക് സമീപം അതിൻ്റെ തീരപ്രദേശത്ത് മുംബൈയിൽ വലിയൊരു ബോട്ട് അപകടം നടക്കുകയുണ്ടായി. 13 ആളുകളാണ് മരണപ്പെട്ടത്. മുംബൈയിൽ നാവികസേനയുടെ ബോട്ടിലേക്ക് ഒരു യാത്രാ ബോട്ട് ഇടിച്ചുണ്ടായ ഒരു അപകടമായിരുന്നു സംഭവിച്ചത്. 13 പേർ മരണപ്പെട്ടിരിക്കുന്നു. 100-ലധികം യാത്രക്കാരുമായി എലിഫന്റ് ദ്വീപിലേക്ക് പോയ ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. 101 പേരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത് ഏറ്റവും വലിയ ആശ്വാസം നമുക്ക് നൽകുകയും ചെയ്യുന്നുണ്ട്. അപകടത്തിൽ മരിച്ചവരുടെ ബന്ധുക്കൾക്ക് 7 ലക്ഷം രൂപയാണ് അവർ ധനസഹായം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചേർന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രേംലാൽ മുംബൈയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ് ഈ വാർത്തയുടെ സമഗ്രമായ വിവരങ്ങളുമായി. നമുക്ക് നോക്കാം ഈ അപകടം എങ്ങനെയാണ് സംഭവിച്ചത്, എങ്ങനെയാണ് രക്ഷാപ്രവർത്തനമൊക്കെ നടക്കുന്നതെന്ന്. പ്രേംലാൽ, രാവിലെ ശുഭകരമായൊരു വാർത്തയല്ല സംസാരിക്കാനുള്ളത്. ഒരു വലിയ അപകടമുണ്ടാകുന്നു, 13 പേർ മരണപ്പെട്ടു പോകുന്നു, 101 പേരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്നത് ആശ്വാസകരമായ കാര്യം തന്നെയാണ്. രക്ഷാപ്രവർത്തനം പൂർണ്ണമായും അവസാനിച്ചു കഴിഞ്ഞോ? എല്ലാവരെയും കരക്കെത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ശരിയാണ് മനു, വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് രാവിലെ തന്നെ പങ്കുവയ്ക്കേണ്ടി വരുന്നത്. ഇന്നലെ രാത്രി ഏറെ വൈകിയും രക്ഷാപ്രവർത്തനം നടക്കുകയാണ്. നാവികസേനയും മറൈൻ പോലീസും തീരരക്ഷാ സേനയുമാണ് രക്ഷാപ്രവർത്തനത്തിലുള്ളത്. 11 നാവികസേന ബോട്ടും മറൈൻ പോലീസിന്റെ 4 ബോട്ടും 4 ഹെലികോപ്റ്ററുമാണ് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ഇതുവരെ 101 പേരെ രക്ഷപ്പെടുത്തിയതായാണ് അറിയാൻ കഴിഞ്ഞത്. 2 കുട്ടികളും 4 സ്ത്രീകളും ഒരു നാവികനും അടക്കം 13 പേരുടെ മരണമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. രക്ഷപ്പെടുത്തിയവരെ വിവിധ ആശുപത്രികളിലായി പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇവരിൽ ഏതാനും പേരുടെ നില ഗുരുതരമാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപകടം പറ്റിയ ബോട്ടിൽ 80 യാത്രക്കാരുണ്ടെന്നായിരുന്നു ആദ്യം ബോട്ട് ഉടമ പറഞ്ഞത്. എന്നാൽ 13 മൃതദേഹം കണ്ടെടുക്കുകയും 101 പേരെ രക്ഷപ്പെടുത്തുകയും ചെയ്തതോടെ ആ കണക്കുകൾ തെറ്റാണെന്ന് ബോധ്യപ്പെടുകയായിരുന്നു. ടിക്കറ്റ് വേണ്ടാത്തതിനാൽ എത്ര കുട്ടികൾ ബോട്ടിലുണ്ടെന്നതിനെ കുറിച്ചും വ്യക്തതയുണ്ടായിരുന്നില്ല. മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസും യഥാർത്ഥ കണക്കുകളിൽ വ്യക്തതയില്ലാതെയാണ് ഇന്നലെ മാധ്യമങ്ങളോട് സംസാരിച്ചത്. എല്ലാ യാത്രക്കാർക്കും ലൈഫ് ജാക്കറ്റുകൾ നൽകണമെന്ന സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയായിരുന്നു യാത്ര. പരമാവധി ആളുകളെ തള്ളിക്കയറ്റിയുള്ള ഒരു ഫെറി സർവീസ് ആണ് അവിടെ നിലവിലുള്ളത്. സുരക്ഷാ സംവിധാനങ്ങളുടെ അഭാവമാണ് 13 പേരുടെ ജീവൻ നഷ്ടപ്പെടുത്തിയതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. വിദേശികളടക്കം ആയിരക്കണക്കിന് യാത്രക്കാരെത്തുന്ന ബോട്ടിൽ യാതൊരു സുരക്ഷാ മുൻകരുതലുകളും ഉറപ്പാക്കാതെയാണ് കാലങ്ങളായി ഇവിടെ സർവീസ് നടത്തി വരുന്നത്. എന്തായാലും അപകടത്തിൽ മരിച്ചവരുടെ ബന്ധുക്കൾക്ക് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ് 5 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടാതെ പ്രധാനമന്ത്രി ദേശീയ ദുരിത ആശ്വാസ നിധി വഴി 2 ലക്ഷം രൂപയും ധനസഹായം പ്രഖ്യാപിച്ചു. അപകടത്തിൽ പരിക്കേറ്റവർക്ക് 50,000 രൂപ നൽകുമെന്നും മോദി അറിയിച്ചിട്ടുണ്ട്. പരിക്കേറ്റവർക്ക് അടിയന്തര വൈദ്യസഹായം ലഭ്യമാക്കിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇപ്പോഴും ഇനിയും കൂടുതൽ ആളുകളെ കിട്ടാനുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. രക്ഷാപ്രവർത്തനങ്ങൾ ഇപ്പോഴും നടക്കുകയാണ്. അടുത്ത ഏതാനും മണിക്കൂറുകളിൽ നമുക്ക് അതിന്റെ വിശദമായ ഒരു വിവരങ്ങൾ കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇനിയും ആളുകളെ കിട്ടാനുണ്ടെങ്കിൽ മരണസംഖ്യ ഇനിയും കൂടാനുള്ള സാധ്യതയാണോ ഈ സമയത്ത് പ്രതീക്ഷിക്കപ്പെടുന്നത്? കാരണം ഇത്രയും സമയമായില്ലേ? അതെ, തീർച്ചയായും മനു. അതുകൂടാതെ ആശുപത്രിയിൽ കഴിയുന്നവരിൽ പലരുടെയും നില ഗുരുതരമാണ്. അതുകൊണ്ട് തന്നെ മരണസംഖ്യ ഉയരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. എന്തായാലും വളരെ ഒരു ദുഃഖകരമായ ഒരു സംഭവമായി പോയി. കഴിഞ്ഞ ആഴ്ച ഒരു ബസ് അപകടമുണ്ടായി 8 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടതിന് തൊട്ടുപുറകെയാണ് മുംബൈയിൽ വീണ്ടും ഒരു ദുരന്തം ഉണ്ടായിരിക്കുന്നത്. അതായത് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത് ഏറ്റവും പ്രധാനപ്പെട്ട സുരക്ഷാ മേഖലയാണല്ലോ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അതിൻ്റെ തീരപ്രദേശത്ത് ഇത്തരമൊരു അപകടം സംഭവിക്കുമ്പോൾ മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? വലിയ വീഴ്ചകൾ അതുമായി ബന്ധപ്പെട്ട് സംഭവിച്ചിട്ടുണ്ട് എന്നാണോ നമ്മൾ പ്രാഥമികമായി മനസ്സിലാക്കിയെടുക്കേണ്ടത്? തീർച്ചയായും മനോ, കാരണം മുംബൈ സന്ദർശിക്കുന്നവരെല്ലാവരും പതിവായി പോകുന്ന ഒരു സ്ഥലമാണ് ഗേറ്റ് ഓഫ് ഇന്ത്യക്ക് അടുത്തുള്ള ഈ ദ്വീപ്. കടലിലൂടെ 40-45 മിനിറ്റ് വരെയാണ് യാത്രാ സമയം. 2200 വർഷങ്ങൾക്ക് മുമ്പുള്ള പാറകളിൽ തീർത്ത ക്ഷേത്രങ്ങളും ഗുഹകളും കാണുവാനാണ് വിദേശികളടക്കമുള്ള ടൂറിസ്റ്റുകൾ ഇവിടെ എത്തുന്നത്. അതുകൊണ്ട് തന്നെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ട ഒരു സ്ഥലത്താണ് ഇത്തരം വീഴ്ചകൾ നടന്നത് എന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരു സംഗതിയാണ്. കുട്ടികളും സ്ത്രീകളും അടങ്ങുന്ന നിരവധി യാത്രക്കാർ, ദിവസേന ആയിരക്കണക്കിന് യാത്രക്കാരാണ് ദിവസേന ഗേറ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും ഈ ദ്വീപിലേക്ക് പോകുന്നത്. ഈ ബോട്ടുകൾ മാത്രമാണ് ഏക ആശ്രയം അവിടെ എത്തുവാനുള്ള. ഈ ബോട്ടുകൾ നിരന്തരം ഷട്ടിലടിക്കുന്ന ഒരു ഫെറി സർവീസാണ് അവിടെ നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ ടിക്കറ്റ് എടുത്ത് എത്ര പേർ പോകുന്നുണ്ടെന്നുള്ള കണക്കുകൾ പോലും വ്യക്തമല്ലെന്നുള്ളത് വലിയൊരു വീഴ്ചയായിട്ടാണ് കാണുന്നത്. മുഖ്യമന്ത്രി അടക്കമുള്ളവർക്കും ഇന്നും ഇപ്പോഴും ഇതിനെക്കുറിച്ച് യാതൊരുവിധ വ്യക്തതയുമില്ല. കണക്കുകൾ ബോട്ടുടമയ്ക്ക് വരെ അറിയാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. മരണസംഖ്യ 13 ആയിരുന്നു. ഇത് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതുകൊണ്ടും ലൈഫ് സേവിംഗ് യാതൊരുവിധ നടപടികളും ഇല്ലാത്തതുകൊണ്ടാണ് ഈ 13 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടതെന്നാണ് അറിയാൻ കഴിയുന്നത്. ആരും ലൈഫ് ജാക്കറ്റുകൾ മുഴുവൻ പേരെയും നിർബന്ധമായി ധരിപ്പിക്കണമെന്നുള്ള മാനദണ്ഡങ്ങൾ പോലും പാലിച്ചു കണ്ടിട്ടില്ല. എന്തായാലും ഇപ്പോഴും രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുകയാണെന്നാണ് അറിയാൻ കഴിയുന്നത്. ശരി പ്രേംലാൽ, ശരി. ഏതായാലും
പരമാവധി ആളുകളെ രക്ഷപ്പെടുത്താൻ കഴിയട്ടെ എന്ന് മാത്രമേ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളൂ. അനാസ്ഥയുടെ ഒരു വലിയ ഇരയാണ് ആ ദുരന്തമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അവിടെ മതിയായ സുരക്ഷാ സംവിധാനങ്ങളോ മുന്നൊരുക്കങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇത്തരത്തിലൊരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമായിട്ടും അതീവ സുരക്ഷാ ഇടമായിട്ടും എലിഫന്റ് ദ്വീപിലേക്കുള്ള ബോട്ടുകളിൽ നിന്നാണ് ഇപ്പോൾ നമുക്ക് അവിടെ നിന്ന് ലഭ്യമാകുന്ന പ്രാഥമിക വിവരങ്ങൾ. എത്ര പേർ ആ ബോട്ടിൽ ഉണ്ടായിരുന്നു എന്ന കണക്ക് ബോട്ട് ഉടമയുടെ കയ്യിൽ പോലുമില്ല. സംസ്ഥാന സർക്കാരിനും അതിനെക്കുറിച്ച് വ്യക്തതയില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴും കടലിൽ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്കൊന്നും മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നാണ് പ്രേംലാൽ നമ്മളോട് പറയുന്നത്. ഏതായാലും പ്രധാനമന്ത്രിയൊക്കെ മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ സഹായമെങ്കിലും അവർക്ക് കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കാം. കാരണം പലയിടങ്ങളിലും പ്രഖ്യാപിച്ച ശേഷം പിന്നെ നടപടികളൊന്നും ഉണ്ടാകാത്തത് നമ്മുടെ മുൻപിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ സഹായമെങ്കിലും അവർക്ക് സമയത്ത് കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കാൻ മാത്രമേ ഈ ഘട്ടത്തിൽ പറ്റുകയുള്ളൂ. എല്ലായിടങ്ങളിലും ടൂറിസം കേന്ദ്രങ്ങളിൽ എപ്പോഴും പറയുന്നതാണ് ഈ മുന്നൊരുക്കങ്ങളുടെ ഒരു അപര്യാപ്തതയെക്കുറിച്ച്. അത് പാലിക്കപ്പെടേണ്ടതാണ്. കാരണം ആളുകളുടെ ജീവൻ പോകുമ്പോഴല്ല നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടത്, അല്ലെങ്കിൽ അതിൻ്റെ തുടർ നടപടികൾ ആലോചിക്കേണ്ടത്. ജീവൻ പൊലിയാതെ തന്നെ ആളുകൾക്ക് അപകടം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ടൂറിസം കേന്ദ്രത്തിൻ്റെ അതിൻ്റെ ആരംഭത്തിൽ തന്നെ അവിടെ ആ രീതിയിൽ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി വേണം എന്നാണ് നമുക്കതിൽ പറയാനുള്ളത്. പക്ഷേ അതൊന്നും പലയിടങ്ങളിലും പാലിക്കപ്പെടുന്നില്ല. പ്രത്യേകിച്ചും കേരളത്തിന് പുറത്തുള്ള ഇടങ്ങളിൽ ഈ സുരക്ഷാ സംവിധാനങ്ങൾ, ലൈഫ് ജാക്കറ്റുകളൊക്കെ വെറും പ്രഹസനം മാത്രമാണെന്ന് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. അതാണ് ഇവിടെയും ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. പ്രേംലാലാണ് വിവരങ്ങൾ നൽകിയത്.